തോൽവിയിൽ അതമ്പതിച്ച ബ്ലാസ്റ്റേഴ്സ്. അതേ തോൽവിയിൽ അവസാന മത്സരങ്ങളിൽ തോറ്റ ഗോവ. 2 തോൽവികളുടെ മത്സരം, അങ്ങനെയല്ല, 2 തോറ്റ ടീമുകളുടെ മത്സരം. അവസാന മത്സരങ്ങളിൽ 2 മത്സരവും തോറ്റ ടീമുകളാണ് ഗോവയും ബ്ലാസ്റ്റേഴ്സും. അവർ ഏറ്റുമുട്ടാൻ പോവുകയാണ്. രാത്രി 7:30 കൊച്ചി ജവഹർലാൽ സ്റ്റേഡിയത്തിൽ വെച്ചായിരിക്കും മത്സരം നടക്കുന്നത്. ഇതുവരെ നടന്ന മത്സരങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ ഹെഡ് പരിശോധിക്കുമ്പോൾ ഗോവയ്ക്ക് തന്നെയാണ് വലിയൊരു അഡ്വാൻറ്റേജ്. കാരണം കുറേ മത്സരങ്ങളോളം ഗോവ ജയിച്ചിട്ടുണ്ടായാലും 2-3 മത്സരങ്ങൾ മാത്രമേ ബ്ലാസ്റ്റേഴ്സ് വിജയിക്കാൻ സാധിച്ചിട്ടുള്ളൂ. എന്തായാലും ബ്ലാസ്റ്റേഴ്സ് സംബന്ധിച്ചിടത്തോളം വളരെ നിരാശ നൽകുന്ന ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. സന്തോഷം നൽകുന്ന അപ്ഡേറ്റും ഉണ്ട്. ബ്ലാസ്റ്റേഴ്സിൻ്റെ ദിമിത്രിയോസ് ഡയമൻഡക്കോസ് ഇന്നത്തെ മത്സരത്തിൽ ഇറങ്ങും. പക്ഷെങ്കിൽ ലെസ്കോവിച്ച് ഇന്ന് ഇറങ്ങില്ല എന്നാണ് അറിയാൻ സാധിച്ചത്. അത് ബ്ലാസ്റ്റേഴ്സ് സംബന്ധിച്ചിടത്തോളം ആരാധകരെ സംബന്ധിച്ചിടത്തോളം വളരെ നിരാശ നൽകുന്ന വാർത്തയാണ്. ചിലപ്പോൾ ഇറങ്ങാൻ സാധ്യതയുണ്ട്, പക്ഷേ വളരെ ചാൻസ് കുറവാണ്. പരിക്കാണെന്നാണ് അറിയാൻ സാധിച്ചത്. അതുപോലെ തന്നെ ബ്ലാസ്റ്റേഴ്സിൻ്റെ CEO നിഖിൽ ഭരത് ഇന്ന് ഈസ്റ്റ് ഗാലറി മഞ്ഞപ്പട സ്റ്റാൻഡിൽ ഉണ്ടാകുമെന്നും അറിയാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ ഒരു സൈനിങ് നടത്തി എന്ന് പറഞ്ഞ റൂമറുകൾ പ്രചരിക്കുന്നത് എത്രമാത്രം കൺഫേം ആണെന്നറിയില്ല. ഹൈദരാബാദിൻ്റെ ഗോൾ കീപ്പറെയാണ് സ്വന്തമായിട്ടുള്ള, കട്ടുമണിയല്ല. കട്ടുമണി പരിക്ക് പറ്റിയിരുന്നപ്പോൾ സമയത്ത് ഗോളിയായിരുന്ന ഗോൾ കീപ്പറെയാണ് സ്വന്തമായിട്ടുള്ള. പേര് കാര്യങ്ങളൊന്നും കൺഫേം അല്ല. ഈ ന്യൂസ് കൺഫേം ആയതിനു ശേഷം നമ്മൾ ആ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയി വീഡിയോ ചെയ്യുന്നതായിരിക്കും. അടുത്തായി പറയാനുള്ളത് ഇന്നത്തെ മത്സരത്തെക്കുറിച്ച് അവസാനമായി പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലാസ്റ്റേഴ്സിന് എല്ലാ പ്രധാനപ്പെട്ട പല താരങ്ങളും 5 മേൽ താരങ്ങൾ പരിക്കിലാണ്. എന്നാൽ ഗോവയ്ക്ക് 2 താരങ്ങൾ മാത്രമാണ് പരിക്കിലുള്ളൂ. എന്നിട്ട് കൂടി ഗോവ ഇങ്ങനെ തോറ്റു തുടങ്ങിയിട്ടുണ്ട്. ജിങ്കനും പിന്നെ വേറെ താരമാണ് ഗോവയുടെ പരിക്കേറ്റ താരങ്ങൾ. പക്ഷേ ബ്ലാസ്റ്റേഴ്സിന് അങ്ങനെയല്ല. ബ്ലാസ്റ്റേഴ്സിൻ്റെ പല പ്രധാനപ്പെട്ട താരങ്ങളും പരിക്കിലാണ്. 5 മേലെ താരങ്ങൾ. ഇന്നൊരു സമനില നേടാൻ സാധിച്ചാൽ തന്നെ ബ്ലാസ്റ്റേഴ്സിന് അതൊരു വിജയതുല്യം തന്നെയായിരിക്കും എന്ന് സമാധാനിക്കാം. പക്ഷേങ്കിൽ ഒരു തോൽവി ബ്ലാസ്റ്റേഴ്സിന് അത് ഏറ്റുവാങ്ങാനാകില്ല ഹോം ഗ്രൗണ്ടിൽ. അതുകൊണ്ട് തന്നെ വിജയിക്കാൻ ബ്ലാസ്റ്റേഴ്സ് പൊരുതുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കോച്ചും അത് തന്നെയാണ് പ്രസ് കോൺഫറൻസിൽ പറഞ്ഞിട്ടുള്ളത്. അടുത്തായി മറ്റൊരു കാര്യം പറയുകയാണെങ്കിൽ ഈ വീക്കിൽ നടന്ന മത്സരങ്ങൾ, 15ാം വീക്കിൽ നടന്ന മത്സരങ്ങളിൽ എല്ലാ മത്സരങ്ങളും ഒരു ഐഎസ്എൽ ആരാധകൻ എന്ന നിലയിൽ 15ാം വീക്കിലെ മത്സരങ്ങൾ സന്തോഷം നൽകുന്നതാണ്. കാരണം പല മത്സരങ്ങളും എക്സ്ട്രാ ടൈമിൽ, ആഡ് ഓൺ ടൈമിൽ അവസാന നിമിഷമൊക്കെയാണ്, 1 മിനിറ്റിൽ ഒക്കെയാണ് ഗോൾ അടിച്ചുകൊണ്ട് തിരിച്ചു വന്ന് വിജയിക്കുന്നത്. ജംഷഡ്പൂരിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, ഇന്നലത്തെ മത്സരത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, ബംഗളൂരു ഹൈദരാബാദ് കാര്യം പറയുകയാണെങ്കിലൊക്കെ നല്ല മത്സരങ്ങളാണ്. ഈ 15ാം വീക്കിൽ ഫുള്ള് കംബാക്ക് എടുക്കുന്നതും നല്ല മത്സരങ്ങളാണ് കാണാൻ സാധിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ആകട്ടെ ഇന്നത്തെ മത്സരം ബ്ലാസ്റ്റേഴ്സിന് വിജയിക്കാനാകട്ടെ എന്ന് തന്നെ പ്രതീക്ഷിക്കാം. നിങ്ങൾക്ക് ഈ വീക്കിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട മത്സരം ഏതാണെന്ന് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് രേഖപ്പെടുത്തുക. വീഡിയോ വൈൻഡപ്പ് ചെയ്യണം. നാളെ മറ്റൊരു വീഡിയോയുമായി കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്. സബ്സ്ക്രൈബ് ബെൽ ബട്ടൺ ഒട്ടുക. താങ്ക് യു.